ഹലോ. അപ്പോൾ ഞാനിന്നൊരു അയല വറ്റിച്ചെടുത്ത കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ ഒരു അര സവാള, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കൊടംപുളി, കറിവേപ്പില ഇവയൊക്കെയാണ് എടുത്തത്. ഇത് ഞാൻ അയില മുറിച്ച് നന്നായി കഴുകി ഉപ്പ് ചേർത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ കുറുക്കിയെടുത്ത അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. എനിക്ക് തേങ്ങ ഇറക്കാണ്ട് ഇങ്ങനെ കുറുക്കിയെടുത്ത അയിലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അധികം ചാറൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത് നോക്കട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ, നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നാലും കുറച്ച് ചാറ് വേണ്ട ഒരാൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ അധികം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കുറച്ചൊരു മണത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളേനേക്കാളും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് കേട്ടോ. പക്ഷെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു അര സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുടംപുളി കൂടെ വേണം കേട്ടോ. ഈ സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മീൻകറി വെക്കുന്ന സമയത്ത് ഇത് ഉലുവ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് തീ കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടാട്ടോ. ഇപ്പോൾ തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അയല മാത്രമല്ല, നമുക്ക് മത്തി ഇതുപോലെ തന്നെ വെക്കാം, നല്ല ടേസ്റ്റാണ്. നമ്മളെ മീനിൻ്റെ മണം അടിച്ചിട്ട് ഇതാ പൂച്ച ഇവിടെ കാവലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളിയെല്ലാം കുറച്ചുകൂടി ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയിലൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരേ വഴറ്റിക്കൊണ്ടുപോകാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ വേണമെന്നില്ല, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ കുറച്ചധികം മതി.
1 ടീസ്പൂൺ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പും കിട്ടും, നല്ല കളറും കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അധികം കളറും ഉണ്ടാവില്ല, കുറച്ച് ചേർത്താൽ തന്നെ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ ഏറ്റവും നല്ലത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം മസാലയെല്ലാമായിട്ടൊന്ന് തിളച്ച് വരണേ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 അല്ലി കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏലക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏലക്കഷ്ണങ്ങൾ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ചാറ് വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. സമയം നമുക്കൊരു 2 അല്ലി കറിവേപ്പില ചേർത്തെടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇലക്കറിയാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയാട്ടോ ഏലക്കറിക്ക്. അപ്പോൾ എല്ലാം തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി കുറുകി വന്നിട്ട് നമുക്ക് ചതച്ച വെളുത്തുള്ളി ഒരു 3-4 അല്ലി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ചേർത്തെടുക്കാം. ഞാൻ 2 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർത്താൽ നമ്മുടെ മീൻ കറിക്കൊക്കെ നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും. അപ്പോൾ കണ്ടോ നമ്മളെ കറി കുറുകി വന്നിട്ടുണ്ട്. കപ്പക്കും അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്, ചോറിന് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി നല്ല കുറുക്കിയ അയലക്കറി. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.